Hello friends, welcome to Electron College. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയുടെ കണ്ടിന്യൂവേഷൻ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആംഗിൾസും അതുപോലെ കോമ്പൗണ്ട് ആംഗിൾസ് എന്ന ടോപ്പിക്കൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ ഒരു ചെറിയൊരു പോർഷനാണ്, രണ്ട് പോർഷൻ ഉണ്ടാവും. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുലാസ് തന്നെയാണ് കൂടുതലും, ഫോർമുലാസ് അതിൻ്റെ അപ്ലിക്കേഷൻസ് തന്നെയാണ് കൂടുതലും വരിക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പുതിയൊരു ചാപ്റ്റർ വെച്ചാൽ മൾട്ടിപ്പിളും സബ് മൾട്ടിപ്പിളും ആംഗിളാണ് കേട്ടോ. മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ്. അപ്പോൾ മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 തീറ്റ 3 തീറ്റ 4 തീറ്റ, അതൊക്കെയാണ് മൾട്ടിപ്പിൾ ആംഗിളുകൾ. ഇനി സബ് മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ θ/2, θ/4, θ/6 ഇങ്ങനത്തെ സാധനങ്ങളാണ് എന്ത് സബ് മൾട്ടിപ്പിൾ ആംഗിളുകൾ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവും. സബ് മൾട്ടിപ്പിൾ അതിൻ്റെ ഹാഫ് വെച്ചിട്ട് സാധനം. അപ്പോൾ മൾട്ടിപ്പിൾ ആംഗിൾസ് നമ്മുടെ ഈ ഇതിൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, നമ്മുടെ ട്രിഗണോമെട്രീൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കുറച്ച് റിസൾട്ട്സ് ആണ്. ഓക്കെ, നമ്മൾ ആ റിസൾട്ട്സിൻ്റെ പ്രൂഫിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ sin 2θ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? sin of θ പ്ലസ് θ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതുപോലെ cos 2θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? cos of θ പ്ലസ് θ എന്ന് എഴുതാം. ക്ലിയർ? പിന്നെ നമ്മൾ ഈ ഓരോന്നിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമല്ലോ. sin a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു sin θ cos θ, sin a cos b പ്ലസ് cos a sin b എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുമല്ലോ. അതുപോലെ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാമല്ലോ. അങ്ങനെ എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന എൻ്റെ റിസൾട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് റിസൾട്ട്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റിസൾട്ട് ഈസ് sin 2a എന്ന് പറഞ്ഞാൽ 2 sin a cos a, ഒരു റിസൾട്ട്. അതുപോലെ cos 2a ഇറ്റ് ഈസ് cos സ്ക്വയർ a മൈനസ് sin സ്ക്വയർ a, രണ്ടാമത്തെ റിസൾട്ട്. അപ്പോൾ sin 2 എന്ന് പറഞ്ഞാൽ 2 sin a cos a, cos 2a എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ a മൈനസ് sin സ്ക്വയർ a. ഇനി tan 2a 2 tan a ബൈ 1 മൈനസ് tan സ്ക്വയർ a. ഓക്കെ, 2 tan a ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ. ഈ റിസൾട്ട്സൊക്കെ പഠിക്കുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. ഓക്കെ, റിസൾട്ട്സ് കൃത്യമായി അറിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലംസിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസൾട്ട്സൊക്കെ നമ്മൾ തറവായിരിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 ഫോർമുലകൾ ഓർക്കുക. ഏതൊക്കെയാണ്? sin 2 എന്ന് പറയുന്നത് 2 sin a cos a, cos 2 എന്ന് പറയുന്നത് cos സ്ക്വയർ a മൈനസ് sin സ്ക്വയർ a, അതുപോലെ tan 2 എന്ന് പറയുന്നത് 2 tan a ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ a. ഓക്കെ, ഇനിയും നമുക്കൊരു 3 റിസൾട്ട് ഉണ്ട്, നമുക്ക് അത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നമ്മൾ ഈ cos 2a തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി ക്യാൻ റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ sin 2a വിത്ത് വി ക്യാൻ റൈറ്റ് ഇൻ ടേംസ് ഓഫ് ടാൻ്റെ ടേംസിൽ നമുക്ക് sin 2a എഴുതാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ sin 2a എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ്? 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a. ഇതേപോലെ cos 2a നമുക്ക് എഴുതാം ഇറ്റ് ഈസ് 1 മൈനസ് tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a. ക്ലിയർ? ശരിക്കും ഈ tan 2a എന്ന് പറയുന്നത് ഏതാണ്? sin 2a ഡിവൈഡഡ് ബൈ cos 2a ആണ് അല്ലേ. sin 2a എന്ന് പറയുന്നത് 2 tan a ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ a ഡിവൈഡ് ബൈ 1 പ്ലസ് സ്ക്വയർ. അപ്പോൾ ഇത് രണ്ട് കട്ടായി പോയിട്ട് കിട്ടിയ ആൻസറാണിത്. ക്ലിയർ? അപ്പോൾ നമുക്ക് tan 2a തന്നെ പഠിക്കണമെന്നില്ല, നമ്മൾക്ക് sin 2a cos 2a പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ sin 2a ഇപ്പോൾ 2 ഫോർമുലയായി. അതൊക്കെ 2 sin a cos a, അതുപോലെ 2 tan a ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a. cos 2a cos സ്ക്വയർ a മൈനസ് sin സ്ക്വയർ a, അതുപോലെ തന്നെ 1 മൈനസ് tan സ്ക്വയർ a ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a. tan 2a എന്ന് പറഞ്ഞാൽ ഈ sin 2a ഡിവൈഡ് ബൈ cos 2a, അതായത് 1 മൈനസ് tan സ്ക്വയർ a ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a. ക്ലിയർ? ഇനി ഇതുപോലെ നമ്മുടെ ഈ cos 2a ഒരു 3 ഫോർമുലകളുണ്ട് മൊത്തം ശരിക്കും പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ cos 2a ഒരു ഫോർമുല നമ്മൾ പഠിച്ചു, എന്താണ്? cos സ്ക്വയർ a മൈനസ് sin സ്ക്വയർ a. ഇതുപോലെ തന്നെയുള്ളൊരു ഫോർമുലയാണ്
1 മൈനസ് 2 സൈൻ സ്ക്വയർ എ. എന്താണ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ. ക്ലിയർ? അത് നമ്മൾ ആ കോസ് സ്ക്വയർ എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഈ കോസ് സ്ക്വയർ എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പിന്നെ മൈനസ് ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ എ ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ കിട്ടിയത്. നമുക്കറിയാവുന്നത് നമ്മൾ ഡയറക്റ്റ് പഠിക്കുക. ക്ലിയർ? ഇനി സിമിലർലി ഇതിൻ്റെ അതേപോലെ തന്നെ എഴുതുന്ന അടുത്തൊരു ഫോർമുലയാണ് 2 കോസ് സ്ക്വയർ എ മൈനസ് 1. ഇതെങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക? ഇത് നമ്മൾ നേരത്തെ ഇതിന് പകരം ഈ ഫോർമുലയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോസ് സ്ക്വയർ എ മൈനസ് ഓഫ് സൈൻ സ്ക്വയർ എക്ക് പകരം എന്ത് ചെയ്യണം 1 മൈനസ് കോസ് സ്ക്വയർ എ. സോ ഇറ്റ് വിൽ ബി കോസ് സ്ക്വയർ എ മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എ. അപ്പോൾ എന്ത് കിട്ടും 2 കോസ് സ്ക്വയർ എ മൈനസ് 1. ഓക്കെ, ഒന്നെങ്കിൽ 3 ഫോർമുല പഠിച്ച് വെക്കുക, അല്ലെ ഡിറൈവ് ചെയ്യുക. ഡിറൈവ് ചെയ്യണമെന്ന് സമയം ഉണ്ടാവില്ല എക്സാമുകൾ, അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ കോസ് 2 എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ, അതുപോലെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ, 2 കോസ് സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ ഈ 3 ഫോർമുല പഠിക്കണം. ഈ 3 ഫോർമുലയും ഈ ടാനിൻ്റെ ഈ ഫോർമുലകളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ച് കിട്ടുന്നില്ല, മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്താൽ തറവാവും. ഓക്കെ, അപ്പം ഇപ്പോൾ ഞാനിപ്പം പറയുന്ന പോലെ ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞു പഠിച്ചാൽ മതി. സൈൻ 2 എന്ന് പറഞ്ഞാൽ എന്താ 2 സൈൻ എ കോസ് എ. ഓക്കെ, 2 സൈൻ എ കോസ് എ. അതുപോലെ കോസ് 2 എന്ന് പറഞ്ഞാൽ എന്താ, കോസ് 2 മൂന്ന് ഫോർമുലയാണ് ഉള്ളത്. ഏതൊക്കെ? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ, അതുപോലെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ, അതുപോലെ കോസ് സ്ക്വയർ എ മൈനസ് 2 കോസ് സ്ക്വയർ എ മൈനസ് 1. ശരിയല്ല? അപ്പോൾ കോസ് സ്ക്വയർ എ കഴിഞ്ഞു. ഇനി ആ സൈനിനെ നമ്മൾ ടാൻ്റെ ടേംസിൽ എഴുതുക. സാൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സൈൻ 2 കോസ് 2 ഡിനോമിനേറ്ററിൽ രണ്ട് സ്ഥലത്തും 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ് വരുന്നത്. ഓക്കെ, സൈൻ 2 എഴുതുമ്പോൾ 2 ടാൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എയും, കോസ് 2 എഴുതുമ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ് വരുന്നത്. ആ രണ്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ എ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ടാൻ 2 എഴുതുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നത്? 2 ടാൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എ. ക്ലിയർ? അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് എന്തായാലും കിട്ടും, അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മളെ വാട്ട് വി കോൾ മൾട്ടിപ്പിൾ ആംഗിളുകൾ നമ്മൾ ചെയ്തത് അല്ലേ. ഇനി ഇതുപോലെ തന്നെ സബ് മൾട്ടിപ്പിൾ ആംഗിളുകൾ ഉണ്ട്. സബ് മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് വെച്ചാൽ എല്ലാം ഡിവൈഡർ ബൈ ആയിരിക്കും. ഇപ്പോൾ സൈൻ തീറ്റയാണ് നമ്മളെല്ലാത്തിനും സൈൻ എ ആണ് ഇത്, അപ്പോൾ സൈൻ a/2 എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ എഴുതിയ റിസൾട്ട്സിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ സൈൻ സ്ക്വയർ എ മാത്രം നമ്മൾ ഈ ഫോർമുല ഉണ്ടല്ലോ, കോസ് 2a = 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ എന്ന്. ഇതിൻ്റെ അകത്ത് സൈൻ സ്ക്വയർ എ മാത്രം എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇപ്പുറത്തേക്ക് വരും അല്ല. അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി 1 മൈനസ് കോസ് 2a ഡിവൈഡഡ് ബൈ 2. ഇതൊക്കെ അതിൻ്റെ ഡിഡക്ഷൻ ചെയ്യുന്നതാണ്, നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ റിസൾട്ടുകളായിട്ട് ബുക്സിലൊക്കെ നിങ്ങൾ കാണും, അപ്പോൾ ഇത് എങ്ങനെ വന്നതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതേപോലെ കോസ് സ്ക്വയർ എനെ നമുക്ക് എന്ത് ചെയ്താം? നമ്മുടെ 2 കോസ് സ്ക്വയർ എ മൈനസ് 1 എന്ന് ഈ കോസ് സ്ക്വയർ എ മാത്രം എന്ത് ചെയ്താം? ഇറ്റ് വിൽ ബി 1 പ്ലസ് കോസ് 2a ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? അതുപോലെ ടാൻ സ്ക്വയർ എ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ബുക്കിലെ ഫോർമുല പോലെ ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതാം. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 മൈനസ് കോസ് 2a ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2a. കാരണം ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ മതി, ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ 1 മൈനസ് കോസ് 2a ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2a എന്ന് എഴുതാം അല്ലേ. ഇത് ഇതിൻ്റെ അകത്തുനിന്ന് റിസൾട്ട്, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന റിസൾട്ട്സ് ആണെന്ന് ഓർക്കാം. ക്ലിയർ? പഠിക്കുകയാണെങ്കിൽ പഠിച്ച് വെച്ചോ, ഇല്ലെങ്കിൽ അത് ഓർത്ത് ചെയ്താലും മതി. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു a/2ൻ്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. a/2 സൈനും കോസും ടാനൊക്കെ a/2ൻ്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇനി മുതൽ 2a ഉള്ളതൊക്കെ റീപ്ലേസ് ചെയ്ത് a ആവും, a റീപ്ലേസ് ചെയ്ത് എന്താവും? a/2 ആവും. അപ്പോൾ നേരത്തെ 2a എന്ന് എഴുതിയ സ്ഥലമൊക്കെ എന്താവും? a ആവും, a എന്നുള്ള സ്ഥലമൊക്കെ എന്താവും? a/2. അപ്പോൾ നമുക്ക് ആദ്യം അറിയാവുന്ന ഫോർമുല തന്നെ എഴുതാം. സൈൻ 2a എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ എ കോസ് എ ആണ്. ഇതിനെ മാറ്റിയിട്ട് a/2ലേക്ക് വരുമ്പോൾ എന്ത് വരും? സൈൻ a = 2 സൈൻ a/2 ഇൻറ്റു കോസ് a/2. ക്ലിയർ? അതേപോലെ തന്നെ നമ്മൾ ടാൻ്റെ ടേംസിൽ സൈൻ 2a എന്തായിരുന്നു? ഇറ്റ് ഈസ് 2 ടാൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. അത് മാറ്റിയിട്ട് എന്താവും? സൈൻ a = 2 ടാൻ a/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ a/2. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത് വലിയ പണിയൊന്നുമില്ല. ഓക്കെ,
ഇതുപോലെ തന്നെ നമുക്ക് കോസിൻ്റെ ടേംസിലും വരും അല്ലേ. കോസിൻ്റെ ടേംസിൽ എന്താ വരിക? കോസ് 2a ആയിരുന്നു നമ്മുടെ എന്ത് എല്ലാ ഫോർമുലകളും അല്ലേ. 2 cos square a മൈനസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ, അതുപോലെ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ, ഇതൊക്കെ ഇനി മാറും. അപ്പോൾ ഈ കോസ് എ മാത്രം എഴുതുമ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി 2 cos square a by 2 മൈനസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ ബൈ 2 കോസ് സ്ക്വയർ എ ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എ ബൈ 2. അതുപോലെ കോസ് 2a നമ്മൾ ടാൻ്റെ ടേംസിലുള്ള ഫോമിൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ അല്ലേ. അതും കോസ് എയുടെ ടേംസിൽ വരുമ്പോൾ എന്ത് വരും? 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 2. ക്ലിയർ? അപ്പോൾ അതാണ് കോസിൻ്റെ ടേംസിൽ വരുന്നത്. ടാൻ 2a ടേംസിൽ വരുന്നത് ടാൻ 2 എന്ന് പറയുന്നത് എന്താ? 2 ടാൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എ അല്ലേ. ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ടാൻ എ എന്ന് പറയുന്നത് വരും 2 ടാൻ എ ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 2. ക്ലിയർ? അപ്പം അതൊക്കെ നമുക്ക് എങ്ങനെയാം അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇതൊക്കെ പ്രോബ്ലത്തിലാണ് അതിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻസ് വരിക. അപ്പോൾ നമ്മൾ 2-3 പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഈസ് ഇഫ് ടാൻ തീറ്റ ഈക്വൽ ടു 2 ആണെങ്കിൽ ഫൈൻഡ് സൈൻ തീറ്റ കോസ് 2 തീറ്റ ടാൻ 2 തീറ്റ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം സൈൻ 2 തീറ്റൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. സൈൻ 2 തീറ്റൻ്റെ ഫോർമുല എന്താണ്? സൈൻ 2 തീറ്റ കണ്ടുപിടിക്കണം കേട്ടോ. സൈൻ 2 തീറ്റൻ്റെ ഫോർമുല വിത്ത് റെസ്പെക്ട് ടു ടാൻ എന്തായിരുന്നു? 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി കോസ് 2 തീറ്റ ആണെങ്കിൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി ടാൻ 2 തീറ്റ ആണെങ്കിൽ എന്ത് വരും? 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ശരിയല്ലേ? അപ്പം ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കാണണമെന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ കോസ് 2 തീറ്റ എന്ന് ചെയ്താലേ ആൻസർ കിട്ടും കേട്ടോ. എന്തായാലും കറക്റ്റാണ്. അപ്പോൾ ടാൻ 2 തീറ്റ 2 ടാൻ തീറ്റ, അപ്പോൾ 2 ഇൻറ്റു ടാൻ തീറ്റൻ്റെ വാല്യൂ 1/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 2 കട്ടാവും 1/5. ശരിയല്ലേ? ഓ കട്ടാവില്ല, ഇത് 2 അല്ലേ, സോറി 4/5. ഓക്കെ, അടുത്തത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4. ആൻസർ വിൽ ബി മൈനസ് 3/5. ഒന്നുകിൽ ഇത് വെച്ച് ചെയ്യുക. അപ്പോൾ 4/5 ഇൻറ്റു 5/-3 ആൻസർ വിൽ ബി മൈനസ് 4/3. ക്ലിയർ? അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലാസ് അറിയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ സൈൻ 2 അല്ലെങ്കിൽ കോസ് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരെണ്ണം കൂടി ചെയ്യാം. ഇഫ് യുവർ സൈൻ എ ഈസ് ഈക്വൽ ടു 0.6 ഫൈൻഡ് സൈൻ 2a. അപ്പോൾ സൈൻ 2a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2 സൈൻ എ കോസ് എ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോസ് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എ. ഓക്കെ, റൂട്ട് ഓഫ് 1 മൈനസ് 0.6ൻ്റെ സ്ക്വയർ. സോ റൂട്ട് ഓഫ് 1 മൈനസ് 0.36. സോ ആൻസർ വിൽ ബി റൂട്ട് ഓഫ് 0.64. ആൻസർ വിൽ ബി 0.8. ഓക്കെ, അപ്പോൾ കോസയും കിട്ടി സൈനയും കിട്ടി. അപ്പോൾ ഇവിടെ സുഖമായിട്ട് കാണാമല്ലോ. 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.8. ആൻസർ എത്ര വരും? 12 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 96 അല്ലേ. അപ്പോൾ 0.96. ക്ലിയർ? അപ്പം ഇതുപോലത്തെ പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് പേപ്പറിലൊക്കെ കാണാറുണ്ട്. ചെറിയ പ്രോബ്ലം ചോദിക്കുള്ളൂ, വലിയ പ്രോബ്ലം ചോദിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 2-3 എക്സ്പ്രഷൻസ് പഠിക്കാനുള്ളത് സൈൻ 3a കോസ് 3a എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. രണ്ട് ഫോർമുല ഉള്ളൂ, സൈൻ 3a കോസ് 3a. അത് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ഫസ്റ്റ് സൈൻ 3a എന്ന് പറയുന്നത് എന്താണ്? 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ. ഓക്കെ, അടുത്തത് കോസ് 3a ഈക്വൽ ടു 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുന്ന സെറ്റപ്പാണ്. ഉണ്ടോ? സൈൻ 3 എന്ന് പറഞ്ഞാൽ 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ. അടുത്തത് കോസ് 3 ആകുമ്പോൾ 4 കോസ് ക്യൂബ് എ എന്ന് വരിക.
മൈനസ് 3 കോസ് എ. ക്ലിയർ? അങ്ങനെ 2 ഇമ്പോർട്ടൻറ്റ് ഫോർമുലകളാണ്. നമ്മൾ അന്ന് സാമ്പിൾ പ്രോബ്ലം ചെയ്താൽ ഇതാണ് ചോദിച്ചത് അല്ലേ, കോസ് 3 ആൻഡ് ഈ സാധനം തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ കോസ് 3 ആണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിച്ചു അല്ലേ. അപ്പോൾ അത് ഫോർമുല അത്ര ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കണം. അപ്പോൾ 2 ഫോർമുല, sin 3 എന്ന് പറഞ്ഞാൽ 3 sin a മൈനസ് 4 sin ക്യൂബ് എ, കോസ് 3 എന്ന് പറഞ്ഞാൽ 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു സാധനം ചെയ്തു തരാം. കോസ് 3a പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ sin 3a മൈനസ് sin എ, ഇതെത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വാല്യൂ പുട്ടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. ഇതിൻ്റെ ആൻസർ കോട്ടയെന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഏതായാലും നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, നമുക്കൊരു വാല്യൂ പുട്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ കോട്ടയ്ക്ക് പകരം നമ്മൾ കൂടെ 30 ആണ് കൊടുക്കുന്നതായിരിക്കും, 30 കൊടുക്കുന്നു വിചാരിക്കും. അപ്പം കോട്ട് 30 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 1/tan 30. അപ്പോൾ 1/1/√3 ഈക്വൽ ടു √3. ഇപ്പോൾ √3 നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ √3 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസറാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വെറുതെ ഒരു ആംഗിൾ എടുത്ത് ഇതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 30 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഇവിടെയും 30 കൊടുത്ത് ആൻസർ കിട്ടുന്നത് പ്രൂവ് ചെയ്ത് നോക്കും അല്ലേ. നമുക്ക് നോക്കാം എന്തെങ്കിലും നടക്കുമെന്ന്. ജസ്റ്റ് ഒരു പരീക്ഷണമാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കോസ് 3 × 30, അപ്പോൾ കോസ് 90 പ്ലസ് കോസ് 30 ഡിവൈഡഡ് ബൈ സൈൻ 90 അല്ലേ, 390. പിന്നെ എത്രയാണ്, മൈനസ് സൈൻ 30. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആദ്യം കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്, കോസ് 0 1, കോസ് 90 എന്ന് പറഞ്ഞാൽ 1 0 അല്ലേ. 0 പ്ലസ് കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ഡിവൈഡഡ് ബൈ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ ആൻസർ എത്ര വരും, √3/2 ഡിവൈഡഡ് ബൈ 2 - 1 എന്നാൽ 1/2 അല്ലേ. അപ്പം ഈ 2ഉം കട്ടായി പോകും. അപ്പോൾ ആൻസർ എത്ര വരും, √3/1, അതായത് √3. ഇതാ കിട്ടി, ഇവിടെയും കിട്ടി, ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്ത് പുട്ട് ചെയ്ത് പോകാൻ. അല്ലാണ്ട് നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആംഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുട്ട് ചെയ്യുക, വെരിഫൈ ചെയ്ത് നോക്കാം. സോ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ ഏതിൽ പറയാനുള്ളത്. നമ്മൾ ഈ സൈൻ 2θ കോസ് 2θ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പറയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്തും ചെയ്യാം. കോസ് 3a പകരം നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്യുക, സൈൻ 3a പകരം ഇത് എക്സ്പാൻഡ് ചെയ്യുക, ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമയം കുറേ പോകും. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു ആംഗിൾ ഇട്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ഒരു സെക്ഷൻ പ്രൊഡക്റ്റ് ഫോർമുലയാണ്. ഓക്കെ, അടുത്തൊരു സെക്ഷൻ എന്താണ്, പ്രൊഡക്റ്റ് ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഫോർമുലയിലും നമ്മൾ ഈ ഫോർമുല പഠിച്ച് വെക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യം. ഓക്കെ, ബാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ഫോർമുലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലകൾ ഏതൊക്കെയായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല സൈൻ എ കോസ് ബി, സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി കോസ് എ മൈനസ് ബി എന്ന് പഠിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ നേരെ ഒരു ഇൻവേഴ്സെന്നോ അല്ലെങ്കിൽ നമുക്കത് പറയാം. അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി തരാം, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. സൈൻ എ പ്ലസ് ബി നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞേ, അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, ശരിയാണല്ലോ. അതുപോലെ കോസ് എ പ്ലസ് ബി എന്തായിരുന്നു, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ദെൻ അടുത്തത് സൈൻ എ മൈനസ് ബി, സൈൻ എ മൈനസ് ബി എന്തായിരുന്നു, സൈൻ എ കോസ് ബി എന്ത് ചെയ്താൽ മതി, സൈൻ മാറ്റും അല്ലേ, മൈനസ് കോസ് എ സൈൻ ബി. അടുത്തത് കോസ് ഓഫ് എ മൈനസ് ബി, ഇപ്പം എന്ത് വരും, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി അല്ലേ. ഈ 4 ഫോർമുല, ഈ 4 ഫോർമുലയിൽ നമ്മളെന്താ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ, യു ആർ അസ്യൂമിങ് ലെറ്റ് സി ഈക്വൽ ടു എ പ്ലസ് ബി എന്നും അതുപോലെ ഡി ഈക്വൽ ടു എ മൈനസ് ബി എന്നും അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, നമ്മുടെ ഈ എ പ്ലസ് ബിനെ സി എന്നും എ മൈനസ് ബിനെ ഡി എന്നും അസ്യൂം ചെയ്യുവാണ്. എന്നിട്ടാണ് നമ്മൾ ഫോർമുല എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമുല എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരെണ്ണം പ്രൂവ് ചെയ്ത് തരാം, ബാക്കി ചെയ്താൽ കേട്ടോ. സൈൻ സി പ്ലസ് സൈൻ ഡി ആണ് കാണാൻ പോകുന്നത്.
ഓക്കെ, സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കാണും എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ സൈൻ സിക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? സിക്ക് പകരം എന്ത് ചെയ്തും? എ പ്ലസ് ബി പ്ലസ് സൈൻ ഡിക്ക് പകരം സൈൻ എ മൈനസ് ബി എന്ന് എഴുതും അല്ലേ. അപ്പോൾ നമ്മൾ ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സൈൻ സി പ്ലസ് സൈൻ ഡി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വേറെ സൈൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ പ്ലസ് ബി, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി. ഇതാണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ സൈൻ സി മാറ്റി എഴുതുക, ഡി മാറ്റി എഴുതുക. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇത് എഴുതുക. എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാലോ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ, ഇനി നമ്മൾ റിസൾട്ട് നോക്കുക. കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാലും ഇതും സെയിം റിസൾട്ടാണ്, മൈനസ് ആണ്, ആഡ് ചെയ്തു അല്ല കട്ട് ചെയ്തു അല്ലേ. പിന്നെ ബാക്കിയുള്ളത് അതാ സൈൻ എ കോസ് ബി ഒരെണ്ണം ഇത്. അപ്പോൾ ആൻസർ വരും 2 സൈൻ എ കോസ് ബി. ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത് അല്ലേ. ഇനി നമ്മളിതിനെ മാറ്റി എഴുതും. എങ്ങനെ മാറ്റി എഴുതുന്നു വെച്ചാൽ സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതും. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇത്. കാരണം ഇത് നോക്കൂ, ബിയും കട്ടാവും. 2a ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ഓക്കെ, അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ എയും കട്ടാവും, ലാസ്റ്റ് ബി തന്നെ കിട്ടും. അപ്പോൾ 2 സൈൻ എ കോസ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ടല്ലോ. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? എഴുതും. ഓക്കെ, ഇനി നമ്മൾ മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യു ആർ റൈറ്റിംഗ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. കാരണം എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സി അല്ലേ, പ്ലസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ക്ലിയർ? അപ്പോൾ ഇത് സി എന്നും ഇത് ഡി എന്നും, അപ്പോൾ സി മൈനസ് ഡി ബൈ 2 എന്ന് കിട്ടും അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട്. ക്ലിയർ? അപ്പോൾ സൈൻ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഇതാണ് നമ്മുടെ എൻഡ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഫോർമുല ബേസ് ഇനി എല്ലാത്തിനും ഡെറിവേഷൻ ഉണ്ടാവില്ല, ഡിറൈവ് ചെയ്ത വഴി പറഞ്ഞതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ എൻഡ് റിസൾട്ട് മാത്രമേ പഠിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഫോർമുല ആയിട്ട് എഴുതുവാണ്. സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അപ്പോൾ അതിൽ സിയും ഡി എന്ന് വെച്ചാൽ ഏതോ ഒരു ആംഗിളാണ്. ഓക്കെ, ഇതുപോലെ സൈൻ സി മൈനസ് സൈൻ ഡി ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്ന പോലെ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്തത് കോസ് സി പ്ലസ് കോസ് ഡി. ഇതെപ്പോഴും കോസാന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ 2 കോസ് തന്നെയാണ് കേട്ടോ. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് ഓഫ് സി മൈനസ് ഡി ബൈ 2. കോസ് ഓഫ് സി മൈനസ് ഡി ബൈ 2. ക്ലിയർ? ഇനി അടുത്ത ഇതുപോലെ കോസ് സി മൈനസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഇങ്ങനെ 4 റിസൾട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കാനുള്ളത്. ഈ റിസൾട്ടൊക്കെ പഠിച്ചേ പറ്റൂ, വേറെ പരിപാടിയൊന്നുമില്ല. വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ട്രിക്കുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 4 ഓർക്കുക. സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കോസ് വരും, ഇവിടെ സൈൻ വരും, വേറെ ഒന്നുമില്ല. അപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഓക്കെ, കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോസാണ് വരിക, രണ്ടും കോസ് ആയിരിക്കും. അപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. കോസ് സി മൈനസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഫോർമുലാസ് എന്ത് ചെയ്യുക? പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫോർമുല തറവാക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രോബ്ലങ്ങൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. സൈൻ 4 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ. അപ്പോൾ ഇത് ഏത് ഫോർമുല ഉള്ള? സൈൻ സി പ്ലസ് സൈൻ ഡി. ശരിയല്ലേ? അപ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡി എന്താണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. എന്താണ്? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഓക്കെ, അപ്പം എന്ത് എഴുതാം? 2
സൈൻ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 തീറ്റ പ്ലസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 4 തീറ്റ മൈനസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? സോ ആൻസർ എന്താ വരിക? -2 സൈൻ 6 തീറ്റ ഡിവൈഡഡ് ബൈ 2 3 തീറ്റ ഇൻറ്റു കോസ് തീറ്റ. കാരണം കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 വരെ കോസ് തീറ്റ. ക്ലിയർ അല്ലേ? ഇതാണ് ആൻസർ. പക്ഷെ നമുക്ക് ആ ഫോർമുല അറിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമായി. അതുകൊണ്ട് ഫോർമുല കറക്റ്റായിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇനി ഇതേപോലെ അടുത്തൊരു ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോസ് 65 പ്ലസ് കോസ് 15 എത്ര വരിക? കോസ് സി പ്ലസ് കോസ് ഡി ആണ്. എന്താണ് കോസ് സി പ്ലസ്? കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. സോ ആൻസർ വിൽ ബി 2 കോസ് 80 ബൈ 2 എന്ന് പറഞ്ഞാൽ 40 കോസ് 40 ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് 20 അല്ലേ? ഇത് എത്ര വരെ? 40 ബൈ 2 അല്ലേ? 65 മൈനസ് 45 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 50 ആണല്ലേ? 50 അപ്പോൾ കോസ് 25. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമുല ആപ്ലിക്കേഷൻ. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ സൈനും കോസും അല്ല നമ്മൾ എല്ലാം എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ ഫോർമുലാസ് എന്തായിരിക്കണം? തറവായിരിക്കണം. എന്നാലും മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലംസിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. വേറെ ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. സൈൻ എക്സ് പ്ലസ് 2 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് 2x എന്താണെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നിങ്ങൾ വേണ്ട, ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ആയിട്ട് എടുത്തോ. ഇത് 3x/2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. നിങ്ങൾ ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ ആംഗിൾസൊക്കെ പുട്ട് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്ക്. കാരണം ഇങ്ങനത്തെ പ്രോബ്ലംസ് വെറുതെ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയം പോകും. അപ്പോൾ ഇങ്ങനത്തെ ട്രിഗ്നോമെട്രിയിൽ എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾ ആംഗിൾസ് 30 45 60 ഇതൊക്കെയാണ് ബെറ്റർ ആംഗിൾസ് കേട്ടോ. 0 90 ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടണമെന്നില്ല. 30 45 60 ഏതെങ്കിലും ഒരു ആംഗിൾസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് വെരിഫൈ ചെയ്താൽ കിട്ടും. ഓക്കെ. അപ്പോൾ ആ ഒരു മെത്തേഡായിരിക്കും നല്ലത്. അല്ലാതെ പ്രൂവ് ചെയ്യുന്ന പോലെ ചെയ്യാൻ നിന്നാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ. ഇനി അടുത്തൊരു സെറ്റ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നേരത്തെ ഉള്ള പ്രൊഡക്റ്റ് ഫോമുലയുടെ തന്നെ കൺവേഴ്സ്. ഓക്കെ. അതിന് വിളിക്കുന്നവരാണ് കൺവേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഫോമുലേൻ്റെ കൺവേഴ്സ്. നേരത്തെ എഴുതിയ പ്രൊഡക്റ്റ് ഫോമുലേൻ്റെ നേരെ തിരിച്ച് എഴുതിയാൽ എന്താണ് ഫോർമുലകൾ വരിക എന്നാണ് ചോദ്യം. ഓക്കെ. ഇതിനൊക്കെ ഫോമുല മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കാര്യമായിട്ട് പഠിക്കുന്നുള്ളൂ. വേറെ ഇതിൽ കൂടുതൽ പരിപാടികളൊന്നുമില്ല. ഓക്കെ. അപ്പം നമുക്ക് കൺവേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഫോമുല എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പം ഇതിൽ 2 ആംഗിൾ തരുവാണ്. എയും ബിയും ആണ് 2 ആംഗിൾ എന്ന് വിചാരിക്കാം. ഓക്കെ. ഇഫ് എ ആൻഡ് ബി ആർ യു ആർ 2 ആംഗിൾസ്. ഓക്കെ. 2 ആംഗിൾ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രൊഡക്റ്റ് ഫോമിൽ വരുന്നത് നോക്കാം. ഒന്നാമത്തത് സൈൻ എ കോസ് ബി എങ്ങനെ എഴുതാൻ നോക്കാം. സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാഫ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ. അതുപോലെ കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. ക്ലിയർ? അതുപോലെ കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. സിമിലർലി സൈൻ ബി ഈക്വൽ ടു മൈനസ് ഹാഫ് ഇൻറ്റു കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. ക്ലിയർ? ഇതും ഒരു ടൈപ്പ് ഓഫ് കൺവേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഫോമുല എന്ന് പറഞ്ഞിട്ട് 4 ഫോമുലാസ് ആണ്. ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ഫോമുലകളാണ്. ഇതിൻ്റെ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കൺവേഴ്സ് ഫോമുലകളും പ്രൊഡക്റ്റ് ഫോമുലകളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം എങ്ങനെ വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയുവാണ് എക്സ്പ്രസ് സൈൻ 5x ഇൻറ്റു കോസ് 3x എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്.
സം ഓർ ഡിഫറൻസിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതും? ഇത് നമ്മൾ ഈ ഫോമുല പോലെയല്ലേ, അതായത് ഇത് എ സൈൻ എ കോസ് ബീനെ മാറ്റാണ് വരുന്നത്. എങ്ങനെ മാറ്റും? സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ ഹാഫ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്നാണ് വരിക അല്ലേ. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ ഒരു ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് 8x പ്ലസ് സൈൻ ഓഫ് 2x. ക്ലിയർ? ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ നമ്മൾ ആ ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കുള്ളൂ. സൈൻ ഇത് നമ്മൾ ഇതിൽ എക്സ്പ്രസ് ചെയ്താൽ എന്താ വരിക എന്നാണ് ചോദിക്കുക. ഓക്കെ, അതിനെക്കാട്ടും വലിയ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അതൊന്നും ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നും വലിയ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, എക്സ്പ്രസ് കോസ് 3θ ഇൻറ്റു കോസ് തീറ്റ. ഇത് എക്സ്പ്രസ് ചെയ്യാനാണ്. അപ്പോൾ കോസ് എ ഇൻറ്റു കോസ് ബി അറിഞ്ഞാൽ മതി. കോസ് എ കോസ് ബി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി എന്നാണ് ഫോർമുല. ഓക്കെ, അപ്പം ആൻസർ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു കോസ് എ പ്ലസ് ബി എന്ന് പറയും കോസ് എ വരും കോസ് 3θ. അപ്പോൾ 3θ പ്ലസ് തീറ്റ പ്ലസ് കോസ് ഓഫ് 3θ മൈനസ് തീറ്റ. സോ ആൻസർ വിൽ ബി ഹാഫ് ഇൻറ്റു കോസ് 4θ പ്ലസ് കോസ് 2θ. കഴിഞ്ഞു. നമുക്ക് ആ ഫോമുല അറിഞ്ഞാൽ ചെയ്യാം. സിമിലർലി ഒരെണ്ണം കൂടി നോക്കാം. സൈൻ 5x ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, ഇവിടെ എയും ബി ഏതാ? ഇത് എ ഇത് ബി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ഹാഫ് ഓഫ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഹാഫ് ആണ്. ഇതാ ആ ഫോമുല ഓർത്ത് വെച്ചോട്ടാ. ഇതാ മൈനസ് ഹാഫ് കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. അപ്പോൾ കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 5x പ്ലസ് 3 കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് പ്ലസ് അല്ല സോറി മൈനസ് കോസ് എ മൈനസ് ബി. ക്ലിയർ? അപ്പം ഇതൊക്കെ നമ്മൾ ഈ ഫോർമുലകൾ ഏതൊക്കെ ഫോർമുല ഈ ഒരു ടേബിളും വ്യക്തമായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് നേടാം. ഫോർമുല മാത്രം പഠിച്ചാൽ മതി. വേറെ ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ ചോദിക്കാത്ത സാധനത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഫോർമുല മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ച് പോയാൽ മതിയാവും. ഓക്കെ, ഇനിയും നമ്മൾ എന്ത് ചെയ്യുവാണ്? കുറച്ച് ഇതുപോലത്തെ കുറച്ചും കൂടി ഫോർമുലാസ് നമ്മൾ എന്ത് ചെയ്യുവാണ്? നോക്കാനാണ് നമ്മൾ എന്ത് പോകുന്നത്. നമുക്ക് ആ ഫോർമുലാസൊക്കെ എന്ത് ചെയ്യാം? അടുത്ത ഒരു സെറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അത് നമുക്ക് സിലബസിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സൊല്യൂഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ട്രയാങ്കിളിൻ്റെ സൊല്യൂഷൻസിൻ്റെ സൈൻ റൂള് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ സൈൻ റൂള് നമ്മുടെ സിലബസിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് ആ സൈൻ റൂളുള്ള പ്രോബ്ലംസ് സൈൻ റൂൾ ഉണ്ടോ എന്ന് നോക്കട്ടെ. സൈൻ റൂള് നമുക്ക് സൈൻസ് ഓഫ് ഫംഗ്ഷൻ ഈച്ച് കോൺട്രാക്ട് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ ട്രിഗണോമെട്രിക് വാല്യൂസ് ഓഫ് ആംഗിൾസ് പഠിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗണോമെട്രിക് പഠിച്ചു. അപ്ലിക്കേഷൻ ഓഫ് ഐഡൻറ്റിറ്റി സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി. അപ്പോൾ ട്രയാങ്കിൾസിൻ്റെ സൊല്യൂഷൻ്റെ പ്രോബ്ലം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററും പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെ ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റിനും ഹൈറ്റ് കാണേണ്ട ക്വസ്റ്റിനൊന്നും സിലബസിൽ തന്നിട്ടില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പം നമ്മൾ 4 മൊഡ്യൂളുകൾ പെർഫെക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് മൊഡ്യൂളാണ് വെച്ച് ചെയ്യുക? വിൽ ബി സ്റ്റാർട്ടിങ് യുവർ കോർഡിനേറ്റ് ജോമെട്രി. ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഏരിയയാണ്. നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.